ഹായ് ഗായ്സ്, നമസ്കാരം. തുമ്പനാണേ. നമ്മളിന്നൊരു സാധനത്തിന് പിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് നമുക്ക് രണ്ട് സാധനങ്ങൾ ആവശ്യമുണ്ട്. ഒന്ന് പ്രോട്ടീൻ ബാർ, പിന്നെ ഹുക്ക് റിമൂവർ. അപ്പോൾ ഇത് രണ്ടും മേടിച്ച് നമ്മുടെ ഒരു ഫ്രണ്ടിനും പിക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ സാധനത്തിന് പിടിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ നിങ്ങൾ ഇതിനെ കണ്ടിട്ടുണ്ടാവില്ല, ആദ്യമായിട്ട് നമുക്ക് കാണുന്നുണ്ടാവുക. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഞാൻ ബാക്ക് ബൂട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ ആയിക്കോട്ടെ. പ്രോട്ടീൻ ബാർ മേടിക്കണം, ആയിക്കോട്ടെ. പിന്നെ ഹുക്ക് റിമൂവർ മേടിക്കണം, ആയിക്കോട്ടെ. പിന്നെ കുറച്ച് എണ്ണ അടിക്കണം, നേരെ പട്ടയ്ക്കാൻ നോക്കാം, ആയിക്കോട്ടെ. നമുക്കിത് പെട്രോള്, ഇവർക്കിത് ഗ്യാസ്. അങ്ങനെ എണ്ണ അടി കഴിഞ്ഞു ഗ്യാസ്, എണ്ണ അടി കഴിഞ്ഞു. നമ്മുടെ പ്രോട്ടീൻ ബാറും ഹുക്ക് റിമൂവറും മേടിക്കാൻ വേണ്ടി നമ്മൾ എത്തിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രോട്ടീൻ ബാറുള്ള കട. ഇവിടെ നമ്മൾ മേടിച്ചിട്ടാണ്. Put it in and twist. Now, there's also, what do you think you'd like? That. So, ketchup. Do you want that one? It's cheaper. $1.60. Try this one. Yeah. And again, go on YouTube. Yeah. My husband does all the fishing. I don't fish, but I eat the fish. That's my favorite part. I eat the fish. Yeah. Okay. Wow. Yes. അങ്ങനെ നമ്മുടെ സ്പോട്ട് ഏകദേശം എത്താറായിട്ടോ. ആരും ഇല്ലെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ നമുക്കൊരു കുഴപ്പമൊന്നുമില്ല. ഒരു വണ്ടി എടുക്കുന്നുണ്ട്, അപ്പുറം ഇടാനും. അപ്പോൾ ഹോപ്പ്ഫുള്ളി നമുക്കിന്ന് നമ്മൾ ഉദ്ദേശിച്ച സാധനത്തിന് നമ്മൾ പിടിച്ചിരിക്കും. വിത്ത് പ്രോട്ടീൻ ബാർ. പ്രോട്ടീൻ ബാർ എന്താണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അതാണ് ഇതിലെ സർപ്രൈസിങ്. പ്രോട്ടീൻ ബാർ വെച്ച് നമ്മളൊരു മുതലിനെ പിടിക്കാമെന്ന് അറിയാം. വീഡിയോ ഫുള്ളായിട്ട് കാണാം, ഓക്കെ. കാറ്റുണ്ട് അല്ലേ, ചെറിയ കാറ്റുണ്ട്. പോകുന്നുണ്ടോ? ഓക്കെ, സീനാണ് ചേട്ടാ, ആക്കിയിട്ട് എടുത്തിട്ടില്ല. സാധനത്തിന് പിടിക്കാൻ വേണ്ടി വന്നിരിക്കും കേട്ടോ. ഇത് മലയാളികളൊരാൾ പിടിക്കുന്ന വീഡിയോ നമ്മുടെ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇല്ല. അപ്പോൾ നിങ്ങളിത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഓക്കെ. ആദ്യമായിട്ടോ നിങ്ങൾ ഈ സാൽമൺ അങ്ങനത്തെ സാധനങ്ങളെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇതൊരു വെറൈറ്റി ഫിഷാണ് ഗൈസ്. അത് നമ്മൾ പ്രോട്ടീൻ ബാർ ഇട്ടിട്ടാണ് ഞങ്ങൾ ഈ ഫിഷിനെ പിടിക്കുന്നത്. പ്രോട്ടീൻ ബാർ എന്താണെന്നുള്ളത് ഞാൻ ഇപ്പോൾ റിവീൽ ചെയ്ത് തരാം. അത്രയും എടുത്തിട്ട് വരാം ഞാൻ. ആണോ? എടുക്കാം. നമ്മുടെ ചൂണ്ട റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ പഴയ ചൂണ്ട എടുത്തില്ല അല്ലേ? പ്രോട്ടീൻ ബാർ ഉഷാറാ. ദിസ് ഈസ് അവർ പ്രോട്ടീൻ ബാർ. ഇത്രയും വണ്ണുള്ള ഞാനൂലിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നോക്ക്, ഇത് ഏകദേശം നാട്ടിൽ 600 രൂപ കൊടുത്തിട്ട് $10 600 രൂപയ്ക്ക് മേടിച്ച പ്രോട്ടീൻ ബാർ ഇട്ടത്. യമ്മി. ഇതിട്ടിട്ടാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത് കേട്ടോ. മോനെ 600 രൂപ. അപ്പോൾ ഇതിൻ്റെ ബിസിനസ് വേണമെങ്കിൽ നാട്ടിൽ ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ചെയ്തോട്ടോ, ഇമ്പോർട്ട് ചെയ്തോ കാനഡയിലേക്ക് ഞാനൂലിനെ. ഇതാണ് നമ്മൾ ഇടാൻ പോകുന്നത്.
ആണ് നമ്മുടെ വിര. ഭയങ്കര ഒരു പ്രോട്ടീൻ ബാറിൻ്റെ വണ്ണാട്ടെ ഈ സാധനം. കാണുമ്പോൾ ആദ്യമൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ശീലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. നമ്മൾ ചേർക്കുന്നു. ജോമചേട്ടൻ അടിച്ചെന്ന് തോന്നുന്നു കേട്ടോ. ഈ സാധനം അടിച്ചു കഴിഞ്ഞാൽ അറിയില്ല, അതാണ് അതിൻ്റെ പ്രശ്നം. ഇത് നമ്മുടെ ഈ ബെയ്റ്റ് എടുത്തതിന് ശേഷം ഇല്ല. ഓക്കെ, അപ്പോൾ അതിലില്ല കേട്ടോ. ഇവിടെ 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 നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ സാധനത്തിന് ഇട്ടുണ്ട്, കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഞാൻ ഇവിടെ അങ്ങനെ കൈ പിടിച്ചിരിക്കൊന്നും വേണ്ട, എവിടെയെങ്കിലും കുത്തി വെച്ചാൽ മതി. നമ്മൾ ഈ ലൈനിൻ്റെ മുകളിൽ ഇങ്ങനെ വിരൽ വെച്ചിട്ടായിരിക്കുന്നത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇത് വലിയ അനക്കൊന്നും വരില്ല. ഈ ലൈനിൻ്റെ മുകളിൽ മാത്രമേ അതിൽ തൊട്ട് പിടിച്ചാൽ വിരലിങ്ങനെ വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു പ്രത്യേക തരം ജീവിനെ നമ്മൾ പിടിക്കാൻ പോണ്. അടിച്ചു കേട്ടോ, അടിച്ചടിച്ച്. ഇല്ല, സ്റ്റിൽ വെയിറ്റിംഗ്. ആ ഇവിടെ എവിടെ കുടുങ്ങി ഒരു പ്രോട്ടീൻ ബാർ തരൂ. എവിടെ? ആ this is our protein bar. See this. ഇവനായിരുന്നു നമ്മുടെ ബൈറ്റെടുത്തത്, സ്റ്റോർ ഫിഷ് നായരൻ. ചൂണ്ടി പിടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി, ഒന്നായിട്ടില്ല ഇതുവരെ. ജോമചേട്ടൻ ആദ്യത്തെ സാധനം അടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സാധനത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ എല്ലാവരും സാൽമനും അത് ഇതൊക്കെ പിടിക്കുന്നത്. ഈ സാധനത്തിന് പൊരിച്ചടിച്ചാണല്ലോ പെട്ട സാധനം. ഇതൊക്കെ ഇതാണ് ഫ്ലൗണ്ടർ. ഇത് കപ്പലിലൊക്കെ പോയിട്ട് വലിയ വലിയ ബോട്ടിലൊക്കെ പോയിട്ട് ഇതിൻ്റെ ഭയങ്കര സൈസുള്ള സാധനത്തിനൊക്കെ പിടിക്കുന്ന വീഡിയോ ഉണ്ട് യൂട്യൂബിൽ. നമ്മൾ മലയാളീസ് പിടിക്കുന്നത് വീഡിയോസൊന്നും ഇല്ല അതിൽ കേട്ടോ. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണും, നമ്മൾ കുറഞ്ഞത്തിന് പിടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൺഗ്രാജുലേഷൻസ് ജോബൻ ചേട്ടാ. അങ്ങനെ ജോബൻ ചേട്ടൻ്റെ ആദ്യത്തെ ഫ്ലൗണ്ടർ. ഈ സാധനത്തിന് എന്ത് പ്രശ്നം എന്നറിയാം? ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹുക്ക് റിമൂവ് ചെയ്യാനാണ് ഭയങ്കര പണിയാണ്. കുളത്ത് മൊത്തം വിഴുങ്ങും, അതാ പ്രശ്നം കേട്ടോ. പെട്ടക്കല്ലടാ, അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ. വേണ്ട, ഇതിനങ്ങോട്ട് പൊരിച്ചടിച്ചാണല്ലോ പെട്ട സാധനം. കാണാൻ ഒരു ലുക്കില്ല എന്നുള്ളൂ, പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഫിഷ്. ഇതിൻ്റെ സൈഡൊക്കെ കണ്ട് കട്ട് ചെയ്ത് സ്കിന്ന് റിമൂവ് ചെയ്താണല്ലോ പെട്ട സാധനം. അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ, എൻ്റെ ഒരു കൈയിനൊക്കെ വലിപ്പമുണ്ട് കേട്ടോ. കേട്ടോ ചോരക്കളിയും കുറച്ച് കഴിഞ്ഞാൽ ഒരു 10 കിട്ടുമ്പോഴേക്കും ആകെ ചോരക്കളിയായിരിക്കും. ഓക്കെ, ദിസ് ഈസ് അവർ ഫ്ലൗണ്ടർ, ഫ്ലാറ്റ് ഫിഷ് എന്നൊക്കെ പറയും. സി പോടാ ബക്കറ്റി പോടാ. പെട്ടക്കല്ലേ
അപ്പോൾ കാനഡയിൽ സാൽമൺ മാത്രമല്ല നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇത് കാനഡയിലെ ഫ്ലൗണ്ടർ. ഈ സാധനത്തിന് ഇത് നമ്മുടെ നാട്ടിൽ എന്തായിട്ട് വരും അച്ഛനെ? നങ്കല്ലേ? ഞങ്ങളുടെ അവിടെ ഇങ്ങനെ പട്ടത്തിമാന്തൽ എന്നൊക്കെ പറയും. ആ, പട്ടത്തിമാന്തലിൻ്റെ ഭയങ്കര സൈസ് സാധനം കേട്ടോ. ആ സാധനം ഇത് അടിപൊളിയാണ്. ഫ്രൈ ആശാനെ അടിച്ചിട്ടുണ്ട്. ജോമോഞ്ചേട്ടൻ്റെ ഫിഷ് വരുന്നുണ്ട്. ഇല്ല പോടാ. യാ ദാറ്റ്സ് ടു ബിഗ്. ആൾക്ക് കിട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഹുക്ക് ഭയങ്കര വലിയ ഹുക്കാണ് ആൾ ഇട്ടിട്ടുള്ളത്. നമ്മൾ ചെറിയ ഹുക്കാണ് ഇട്ടിട്ടുള്ളത്. We have. Thanks, brother. I'm gonna. See, man. Thank you. You're welcome. അടുത്ത് കിട്ടിയിരുന്നു കേട്ടോ. കയറി വാടാ മൊത്തം ചെക്കൻ വരണ്ടേ. ഏ ഇവിടെ വാടാ. ദിസ് ഈസ് ഫ്ലൗണ്ടർ. നമ്മുടെ 4ാമത്തെ. ചേട്ടന് വീണ്ടും ഒരു ചെറുതിനെ കിട്ടിയ. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല, തിരിച്ചു വിടുക. വാ, ഭയങ്കര ചൂട്. അടിച്ചതാണ്. അടുത്ത കിട്ടിയിട്ടുണ്ട്. പടക്കിന് കണ്ടോ? നമ്മുടെ 5ാമത്തെ. വീണ്ടും ചെറുതന്നെ. സീന് അടിച്ചിട്ടുണ്ട്. അടിച്ച് കെടുക്കുക അറിയണില്ല. അത് ഇതിൻ്റെ ഈ ഫിഷിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല. കണ്ടോ? അഗൈൻ വീണ്ടും. ഇത് നമ്മുടെ 7ാമത്തെ 6ാമത്തെ കേട്ടോ. അടിച്ചിട്ടുണ്ടായിരുന്നു. വാ കമ്മിങ്. ഹീസ് കമ്മിങ്. ഇല്ലില്ല, നമ്മുടെ 8ാമത്തെ 9ാമത്തെ കേട്ടോ ഇത്. ഓക്കെ, നമ്മുടെ ഏകദേശം 10 ആയിട്ടോ. ടോട്ടൽ എത്ര എണ്ണം കിട്ടിയെന്നുള്ളതൊക്കെ കൂടിയിട്ട് ലാസ്റ്റ് ഞാൻ കാണിക്കാം കേട്ടോ. ഓക്കെ, വീടെത്തിയിട്ട് കാണിക്കാം ഗൈസ്. ഓക്കെ, ബൈ. ഈ ഒരു ഫിഷോട് കൂടി നമുക്ക് അവസാനിപ്പിക്കാമല്ലോ കേട്ടോ. ഇല്ല, ഇവിടെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇതാണ് ഫ്ലൗണ്ടർ. നമ്മുടെ നാട്ടിലെ പട്ടത്തിമാന്തൽ എന്നൊക്കെ പറയും. അതിൻ്റെ ഇവിടെ ടൈപ്പ് സാധനം കേട്ടോ. സി, ഇതിനെ നമുക്ക് സ്കിന്ന് കളഞ്ഞിട്ടുണ്ടല്ലോ, സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് പോയിട്ട് ഇച്ചടിക്കാണല്ലോ. സൂപ്പർ സാധനമാണ് കഴിച്ച്. നമ്മുടെ ഒരാൾക്ക് 6 വെച്ചിട്ട് നമ്മൾ 12 ക്യാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് സാധനം. നമ്മുടെ നാട്ടിലെ പട്ടത്തിമാന്തൽ എന്നൊക്കെ പറയും. ഫ്ലൗണ്ടർ, ഫ്ലാറ്റ് ഫിഷ് എന്നും പറയും. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് PAയിലെ മലയാളീസിൻ്റെ എല്ലാ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരുന്നതാണ് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ. പ്ലീസ് സപ്പോർട്ട് ഗൈസ്. സീ യു അഗെയിൻ.